ഇടുക്കി നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ഇന്ന് വോട്ടർമാരെ നേരിൽ കാണാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. UDF സ്ഥാനാർത്ഥി മണ്ഡലം കൺവെൻഷനുകൾ നടത്തുമ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇന്ന് മണ്ഡലത്തിലെത്തി. NDA സ്ഥാനാർത്ഥി പ്രതീഷ് പ്രഭ കൊന്നത്തടി പഞ്ചായത്തിലെ വോട്ടർമാരെയും നേരിൽ കണ്ടു. ഇടുക്കി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിയോജക മണ്ഡലത്തിലുള്ള മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം വോട്ടർമാർക്കിടയിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് ഇന്ന് കാഞ്ചിയാർ മണ്ഡലതല കൺവെൻഷനിലും അതുപോലെ തന്നെ കാമാക്ഷി മണ്ഡലത്തിലെ മണ്ഡലം കൺവെൻഷനിലും ഒക്കെയാണ് പങ്കെടുത്തത്. മണ്ഡലം കൺവെൻഷനുകളാണ് UDF നടത്തിവരുന്നത്. അങ്ങനെ പ്രവർത്തകർക്കിടയിലേക്ക് കുടുംബങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പ്രവർത്തികളാണ് UDF സ്ഥാനാർത്ഥി നടത്തുന്നത്. അതോടൊപ്പം LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റ്യൻ ഇന്ന് കട്ടപ്പന കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. പ്രത്യേകിച്ചും ഇന്ന് റോഷി അഗസ്റ്റ്യന് വേണ്ടി സംസ്ഥാന മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ എത്തിയത്. കട്ടപ്പനയിലാണ് രാവിലെ 9:30 മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കണ്ടു. തുടർന്ന് റോഷി അഗസ്റ്റ്യന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തന്നെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം റോഷി അഗസ്റ്റ്യൻ കട്ടപ്പന ടൗണിൽ റോഡ് ഷോയാണ് സംഘടിപ്പിച്ചത്. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് കഴിഞ്ഞ ദിവസം ജില്ലാ ആസ്ഥാനമായ ചെറുതോണിയിൽ നടത്തിയ പടുകൂറ്റ റോഡ് ഷോയ്ക്ക് മറുപടി നൽകുന്ന രീതിയിലുള്ള അത്രമേൽ തന്നെ കിടപിടിക്കുന്ന ഒരു റോഡ് ഷോയാണ് ഇന്ന് കട്ടപ്പനയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി റോഷി അഗസ്റ്റിന് വേണ്ടി നടത്തിയത്. ഞാൻ പറഞ്ഞു വന്നത് കൈപ്പത്തി ചിഹ്നത്തിലേക്ക് മത്സരം വന്നപ്പോൾ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ അതൊരു വലിയ തീപാറും പോരാട്ടത്തിലേക്ക് എത്തി എന്നതാണ്. അതിന്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം ചെറുതോണിയിൽ നടന്ന UDFന്റെ പടുകൂറ്റൻ റോഡ് ഷോ. അതിന് കിടപിടിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതിന് മറുപടി നൽകുന്ന തരത്തിലായിരുന്നു ഇന്ന് കട്ടപ്പനയിൽ നടന്ന LDFന്റെ റോഡ് ഷോ. ഇടതു വലതു മുന്നണികളാണ് ഇഞ്ചോടിഞ്ച് മത്സരത്തിലാണ്, അല്ലെങ്കിൽ തീവാറുന്ന പോരാട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥി ഇന്ന് കൊന്നത്തടി പഞ്ചായത്തിലാണ്. നമുക്കറിയാം ഇടുക്കി നിയോജക മണ്ഡലത്തിൽപ്പെടുന്നതാണ് കൊന്നത്തടി പഞ്ചായത്തിലെ വോട്ടർമാരെ നേരിൽ കാണുകയാണ് ഇന്ന് NDA സ്ഥാനാർത്ഥി പ്രതീഷ് പ്രഭ ചെയ്തത്. അദ്ദേഹം വ്യാപാരശാലകളിലും ടൗണുകൾ കേന്ദ്രീകരിച്ചുമാണ് പ്രമുഖ വ്യക്തികളെ ഒക്കെ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം ടൗണുകൾ കേന്ദ്രീകരിച്ചും വഴിയാത്രക്കാരെയും ഒക്കെ കണ്ട് വ്യാപാരികളെയും ചെറുകിട വ്യാപാരികളെയും ഒക്കെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതിയിലേക്കാണ് പ്രതീഷ് പ്രഭ ഇന്ന് കൊന്നത്തടി പഞ്ചായത്തിൽ ചെലവഴിച്ചത്. വരും ദിവസങ്ങളിലേക്ക് വീണ്ടും മത്സരം കടുക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 28-ാം തീയതിയോട് കൂടി നിയോജക മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥികൾ വാഹന പ്രചരണ ജാഥ, അതായത് അതുപോലെ വാഹന പ്രചരണം ആരംഭിക്കുകയാണ്, പര്യടനം ആരംഭിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോറേഞ്ചുമായി ചേർന്ന് കിടക്കുന്ന ഇടുക്കി നിയോജക മണ്ഡലത്തിൽ, പ്രത്യേകിച്ചും അറക്കുളം പഞ്ചായത്ത് കൂടി ഈ ഇടുക്കി നിയോജക മണ്ഡലത്തിലേക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ ലോറേഞ്ചും ഹൈറേഞ്ചും ചേർന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ തീവാറും പോരാട്ടം, അതിലുപരി വാഹന രീതിയിലേക്കുള്ള പ്രചരണം ആരംഭിക്കുമ്പോൾ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. കാരണം അറക്കുളം പഞ്ചായത്തിലൊക്കെ അവികസിത മേഖലകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഹൈറേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാലും എല്ലാ പഞ്ചായത്തിൽ തന്നെ ദുർഘടപാതകൾ അല്ലെങ്കിൽ ദുർഘട മേഖലകൾ ഒരുപാടുണ്ട്. ആ മേഖലയിലൊക്കെ സ്ഥാനാർത്ഥികൾ കടന്നു ചെല്ലേണ്ടതുണ്ട്. ചുരുക്കം ചില സമയമാണ് ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളാണ് അവശേഷിക്കുന്നത് എന്നുകൊണ്ട് തന്നെ വലിയ സ്പീഡിൽ ഒരു ഓട്ട പ്രദക്ഷിണം എന്ന് പറയുന്നത് പോലെയുള്ള അത്രമേൽ സ്പീഡുള്ള അത്രമേൽ വേഗതയിലുള്ള ഒരു പ്രചരണ തന്ത്രം തന്നെയാണ് മൂന്ന് മുന്നണികളും പയറ്റുന്നത്. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ പത്രികാ സമർപ്പണം കഴിഞ്ഞതിന് പിന്നാലെ നിയോജക മണ്ഡലത്തിലെ സൂക്ഷ്മ പരിശോധന നടക്കുകയാണ്. 26-ാം തീയതി പത്രിക പിൻവലിക്കുന്നതോടുകൂടി ചിത്രം കൂടുതൽ വ്യക്തമാകും. പക്ഷേ ഈ മുന്നണി സ്ഥാനാർത്ഥികളിൽ മാറ്റമില്ലാത്തതുകൊണ്ട് ഇടുക്കി നിയോജക മണ്ഡലത്തെ അത് കൂടുതൽ ബാധിക്കുന്നില്ല എന്നത് വസ്തുതയാണ്. എന്നിരുന്നാൽ തന്നെയും ഇടതു വലതു മുന്നണികൾ, പ്രത്യേകിച്ചും UDFന്റെ റോയ് കെ പൗലോസ്, LDFന്റെ റോഷി അഗസ്റ്റ്യൻ, NDAയുടെ പ്രതീഷ് പ്രഭ, 3 പേരും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ തീവാറും പ്രചരണത്തിലാണ്. ഷിബിൻ.